പലപ്പോഴും കാർമേൽ സഭയിൽ വരാറുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവരും തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ബൈബിൾ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് വിഷയം പറഞ്ഞില്ല, ആ ചോയ്സ് എനിക്ക് വിട്ടുതരികയായിരുന്നു. അപ്പം ഞാൻ ബൈബിളിൻ്റെ ആധികാരികതയും വിശ്വാസ്യതയും എന്നുള്ള ഒരു വിഷയം എടുക്കാമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഈ വിഷയം എടുക്കാനായിട്ട് ഇടയായത്. അതിൻ്റെ കാരണം ബൈബിൾ സംബന്ധമായ, വിശ്വാസ സംബന്ധമായ അല്ലെങ്കിൽ സത്യസംബന്ധമായ എനിത്തിങ് കണക്റ്റഡ് വിത്ത് ബൈബിൾ, എനിത്തിങ് കണക്റ്റഡ് വിത്ത് ഫെയ്ത്ത്, എനിത്തിങ് കണക്റ്റഡ് വിത്ത് ട്രൂത്ത്, ഇതെല്ലാം ബൈബിളിൻ്റെ ആധികാരികതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ബൈബിളിൻ്റെ ആധികാരികതയെക്കുറിച്ച് നമ്മൾ എല്ലാവരും ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കേണ്ട ആവശ്യമുണ്ട്. അതിലേക്ക് ഞാൻ പിന്നീട് കടന്നു വരുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ വിഷയം തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ഇടയായത്. ഉദാഹരണം പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമോ ത്രിയേകത്വമോ അല്ലെങ്കിൽ പാപമോചന മാർഗമോ അല്ലെങ്കിൽ ഇനിയും വരുവാനായിട്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യമോ, ഇങ്ങനെ ഏത് കാര്യം എടുത്താലും ബൈബിളിൽ നിന്നേ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ബൈബിളാണ് ആത്യന്തിക സത്യം. നമുക്കറിയാം, ശാസ്ത്രം ആത്യന്തിക സത്യമാണെന്നുള്ള മട്ടിൽ വിശ്വസിക്കുന്ന അനേകരെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് വെറും മൗഢ്യമാണ്. ശാസ്ത്രത്തിൻ്റെ ക്ലെയിം അനുസരിച്ച് പോലും ശാസ്ത്രം ആത്യന്തികമല്ല. ശാസ്ത്രീയ സിദ്ധാന്തങ്ങളൊക്കെ എപ്പോൾ വേണേൽ തിരുത്തപ്പെടാവുന്ന അവസ്ഥയിലാണ്. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള ലോകം കണ്ട ഏറ്റവും വലിയ വീക്ഷണശാലിയുടെ ശാസ്ത്രജ്ഞൻ്റെ കണ്ടുപിടുത്തങ്ങൾ പോലും ഒന്നൊന്നായിട്ട് ഇങ്ങനെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആധികാരിക സത്യത്തിനായിട്ട്, ആത്യന്തിക സത്യത്തിനായിട്ട് സയൻസിനെ ആശ്രയിക്കാനായിട്ട് കഴിയത്തില്ല. അനേക ശാസ്ത്രജ്ഞന്മാർ തന്നെ ഇത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ് ഇങ്ങനെ പറയുന്നുണ്ട്, ശാസ്ത്രീയ സിദ്ധാന്തങ്ങളെല്ലാം വെറും മതമാറ്റിക്കൽ മോഡൽസ് ആണ്. ദേ ആർ ജസ്റ്റ് മതമാറ്റിക്കൽ മോഡൽസ് വിച്ച് മേ ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ, ദാറ്റ് ഈസ് ഓൾ. അതായത് വെറും കണക്കിൻ്റെ ചില ഫോർമുലകൾ മാത്രമാണ്. അല്ലാതെ ആത്യന്തിക സത്യമല്ല ശാസ്ത്രമെന്ന് സയൻസ് തന്നെ അംഗീകരിക്കുന്നുണ്ട്. സയൻസ് ഓരോ ദിവസവും ഇന്നത്തെ സയൻസ് ചീട്ടുകൊട്ടാരം പോലെ തകരുകയും പുതിയ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾക്കായിട്ട് ശാസ്ത്രലോകം നെട്ടോട്ടം ഓടുകയും ചെയ്യുന്നതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജെയിംസ് വെബ് ടെലസ്കോപ്പ് പോയിട്ട് പ്രപഞ്ചത്തിൻ്റെ അതിർവരമ്പുകളുടെ അടുത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിരീക്ഷണം നടത്തി അനേക ഫോട്ടോകൾ അയച്ചു തന്നപ്പോൾ ഇതുവരെ കൊട്ടിഘോഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന ബിഗ് ബാങ് സിദ്ധാന്തം അല്ലെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തം പോലും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുക. ശാസ്ത്ര ലോകത്ത് തന്നെ വലിയ പ്രകമ്പനം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മുടെ വഴിയോരത്തൊക്കെ നിന്നുകൊണ്ട് നിരീശ്വരന്മാർ ബിഗ് ബാങ്ങിനെ കുറിച്ചും എന്നും നിലനിന്ന നിത്യ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ പറയുമെങ്കിലും ഇതെല്ലാം എന്നേ ചത്തു കഴിഞ്ഞു, എന്നേ കുഴിച്ചു മൂടി കഴിഞ്ഞു, ഈ സിദ്ധാന്തങ്ങളൊക്കെ എന്നേ പോയി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആത്യന്തിക സത്യത്തിനായിട്ട് ശാസ്ത്രത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം ശാസ്ത്രം ഭൗതികമായതിനെ മാത്രം പറ്റി പറയുന്നതാണ്, പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രത്തിൽ ആശ്രയിച്ച് ആത്യന്തിക സത്യം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല. ആത്യന്തിക സത്യം നല്ല ഒരു ഭാഗം നമുക്കറിയാം സൂപ്പർ നാച്ചുറലാണ്, അല്ലെങ്കിൽ പ്രകൃതിയാതീതമാണ്. അത് വരുന്നത് തത്വചിന്തയിലും തത്വശാസ്ത്രത്തിലും ഒക്കെ വരുന്ന മേഖലകളിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ബൈബിൾ ആശ്രയിക്കാൻ മാത്രമേ മാർഗമുള്ളൂ. ബൈബിള് ആത്യന്തിക സത്യമാണ്. അപ്പം ഈ ബൈബിളാണ് ശരിക്കും ആത്യന്തിക സത്യം എന്നുള്ളത് സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞാൽ ബൈബിള് പഠിപ്പിക്കുന്ന ഓരോ സത്യങ്ങളും പിന്നീട് ചോദ്യം ചെയ്യാതെ അത് അംഗീകരിക്കുന്ന ഒരാൾ സ്വീകരിക്കേണ്ടി വരും. അപ്പം തിരുവചനത്തെ ചോദ്യം ചെയ്യുന്നവരുള്ള ബന്ധത്തിലും അതുതന്നെയാണ് വസ്തുത. അവർ ബൈബിളിൻ്റെ ആധികാരികത അംഗീകരിച്ചു കഴിഞ്ഞാൽ ബാക്കി ക്രിസ്തീയ ഉപദേശങ്ങളെല്ലാം തന്നെ അംഗീകരിക്കേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട്
ബൈബിളിൻ്റെ ആധികാരികതയും വിശ്വാസ്യതയും ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ വിഷയം തന്നെ ഞാൻ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം. ഞാൻ വരുന്ന ഏതാനും ആഴ്ചകളിലായിട്ട് ഇതിനെക്കുറിച്ചൊരു അപ്പോളജറ്റിക് വേയിൽ, അതായത് ഒരാൾ നമ്മുടെ വിശ്വാസത്തോടെ ഉത്തരം ചോദിക്കുമ്പോൾ അതിന് പ്രതിവാദം നടത്തി അവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ, അല്ലെ വിശ്വാസ പ്രതിവാദം എന്നുള്ള തിയോളജിയുടെ ബ്രാഞ്ചിൻ്റെ ചില സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ച് ബൈബിളിൻ്റെ ആധികാരികതയെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിൽ പലർക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവരായിരിക്കും. എന്നാലും ഒരു പ്രാവശ്യം കൂടെ കാര്യങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൂടെ പഠിക്കുകയാണെങ്കിൽ അത് ഒരുപാട് നമ്മളെ സഹായിക്കും. നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണമേ. ഇത് ഒരു പക്ഷെങ്കിൽ നമ്മൾ ഓരോരുത്തരും ബൈബിളിനെ അപ്രോച്ച് ചെയ്യുന്ന കാര്യത്തെ വളരെ വ്യതിയാനം വരുത്താൻ കഴിവുള്ള ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ബൈബിളിനെ കുറിച്ച് സംശയം ചോദിക്കുന്നവരോട്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് ഉത്തരം പറയാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു വിഷയവുമാണ്. അത് കൈകാര്യം ചെയ്യുന്ന ഞാൻ തീർച്ചയായിട്ടും ബലഹീനനാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ഒതൻറ്റിസിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദ ബൈബിൾ, അതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വിഷയം. ഞാൻ ആദ്യമായിട്ട് ബൈബിളിൻ്റെ അവകാശവാദത്തെക്കുറിച്ചാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓൾ സ്ക്രിപ്ചർ ഈസ് ഗിവൺ ബൈ ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ് ആൻഡ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ഡോക്ട്രിൻ, for doctrine, for reproof, for correction, for instruction in righteousness, that the man of God may be complete, thoroughly equipped for every good work. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പൂർണ്ണനാക്കി തീർക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനമാണിത്. ഏതു മനുഷ്യനെയും പൂർണ്ണനാക്കി തീർക്കാൻ കഴിയുന്ന, ഏതു മനുഷ്യനെയും അവൻ്റെ ജീവിതത്തിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി ഒരു തികഞ്ഞ സൽപ്രവൃത്തി ചെയ്യുന്നവനാക്കി മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യനെക്കുറിച്ച് ദൈവം എന്തുദ്ദേശിച്ചിരിക്കുന്നുവോ ആ തലത്തിലേക്ക് ഉയരാൻ, നമ്മളെ എക്വിപ്പ് ചെയ്യാൻ, നമ്മളെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന തിരുവചനമാണ്. ഇത് ബൈബിളിൻ്റെ വളരെ ടോളായിട്ടുള്ള ഒരു ക്ലെയിമാണ്. വളരെ ടോളായിട്ടുള്ള ഒരു ക്ലെയിമാണ്. ഒരു മനുഷ്യനെ പൂർത്തീകരിക്കുവാനായിട്ട്, സമ്പൂർണ്ണനാക്കുവാനായിട്ട്, അവനെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ച തലത്തിലേക്ക് ഉയരുവാനായിട്ട്, അവൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചവനായി തീരുവാനായിട്ട് മനുഷ്യനെ എക്വിപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ 2 പത്രോസ് 1:2 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളിലും തിരുവചനം നമുക്ക് നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കരുതിയിരിക്കുന്നു. ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ഇതിലുണ്ട്. ഭക്തിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞാൽ പാപം അകറ്റി ഒരു ജയജീവിതം നയിക്കാനുള്ള എല്ലാം ഉള്ള ഒരു സ്റ്റോർ ഹൗസ് ആണ്, ഒരു ട്രഷർ ഹൗസ് ആണ്, ഒരു വലിയ സങ്കേതമാണ് ബൈബിൾ എന്ന് നമ്മൾ ബൈബിളിൽ തന്നെ കാണുന്നത്. വളരെ ടോളായിട്ടുള്ള ഒരു ക്ലെയിമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അവകാശവാദം നമ്മൾ ഉന്നയിക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ ചലഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സെഷനിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, ഒന്നാമതായിട്ട് ദൈവവചനം എത്ര ശ്രേഷ്ഠമാണെന്ന് നമ്മളെല്ലാവരും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഉറപ്പ് പ്രാപിക്കണം. അത് നമുക്കില്ല എന്നല്ല, എന്നാൽ ഇത് ഇത്രയും വലിയതാണോ എന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ പുതിയ പുതിയ ചക്രവാളങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ വചനം എത്ര ശ്രേഷ്ഠമാണെന്ന് അറിയണം. 2, അക്ഷരത്തിലും ആത്മാവിലും ദൈവവചനം അനുസരിക്കാൻ കഴിയണം. ഇതിൻ്റെ ശ്രേഷ്ഠത, ഇതിൻ്റെ ദൈവികത അറിയുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്കിത് അനുസരിക്കാനായിട്ട് കൂടുതൽ സാധ്യത ഉണ്ടാകുന്നത്. 3, നിരീശ്വരവാദികളുടെയും പ്രകൃതിവാദികളുടെയും ഭൗതികവാദികളുടെയും മതവാദികളുടെയും ആക്രമണത്തിനെതിരെ വചനത്തെ പ്രതിരോധിക്കാൻ കഴിയണം. നിരീശ്വരവാദികളായിട്ടുള്ളവരുണ്ട്. പ്രകൃതിവാദികൾ എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി മാത്രമേ ഉള്ളൂ, ശാസ്ത്രമാണ് ആത്യന്തികം എന്ന് വിശ്വസിക്കുന്നവർ. അതുപോലെ ഭൗതികവാദികൾ, ഈ പ്രപഞ്ചം മാത്രമേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല.
അതുപോലെ മതവാദികൾ, മറ്റു പല മതങ്ങളിലുള്ളവർ ബൈബിളിനെ ആക്രമിക്കുന്നത് നമ്മളിങ്ങനെ അഭംഗുരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആക്രമണത്തിനെതിരെ വചനത്തെ പ്രതിരോധിക്കാനായിട്ട് കഴിയണം. ഇപ്പോഴ് എമ്പുരാൻ സിനിമയെക്കുറിച്ച് പല ചർച്ചകളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കാണാനായിട്ട് ഇടയായി. പിശാചിനെ മഹത്വവൽക്കരിച്ച് കഴിയുന്നത്ര ആളുകളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത് വിടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബൈബിളിനെ കുറിച്ച് മറ്റുള്ളവരോട് എങ്ങനെ പ്രതിരോധിക്കാനായിട്ട് കഴിയും, എങ്ങനെ ഉത്തരം പറയാനായിട്ട് കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, അടുത്ത തലമുറ ബൈബിളിൻ്റെ പ്രത്യേകത അറിയാനും അതിനെ പ്രതിരോധിക്കാനും സജ്ജരാകേണ്ടതുണ്ട്. അതും ഈ ക്ലാസിൻ്റെ ഉദ്ദേശമാണ്, നമ്മുടെയൊക്കെ ഉദ്ദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് സഭകളിലൊക്കെ തന്നെ നമ്മൾ തിരുവചനത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഉദ്യമവും ആ ദിക്കിലുള്ള ഒരു കാര്യം കൂടാണ്. ഈ അടുത്ത തലമുറയെന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ തലമുറ ഉൾപ്പെടെയാണ്. എൻ്റെ മക്കള്, എൻ്റെ കൊച്ചുമക്കള്, അങ്ങനെയുള്ളവരുൾപ്പെടെയുള്ള തലമുറയെ എക്വിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു ക്രിസ്ത്യാനന്തര തലമുറയാണ്, പോസ്റ്റ് ക്രിസ്ത്യൻ ജനറേഷനാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ മൂല്യങ്ങളായിരുന്നു ഒരു 10, 20, 30 വർഷങ്ങൾക്ക് മുമ്പ് വരെ ലോകത്തിൽ പൊതുവെ എല്ലാവരും സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ക്രിസ്തീയ മൂല്യങ്ങളെയൊക്കെ തഴഞ്ഞിട്ട് ഭൗതിക മൂല്യങ്ങൾ, നിരീശ്വര മൂല്യങ്ങൾ, ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തീയ മൂല്യങ്ങളെ മുഴുവനും, ഏകദേശം മുഴുവനും ഒഴിവാക്കി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ വ്യഭിചാരം ഡീക്രിമിനലൈസ് ചെയ്ത് കുറ്റകൃത്യമല്ലാതെയാക്കി മാറ്റി നമ്മുടെ സുപ്രീം കോടതി ഉത്തരവിട്ടു. അതുപോലെ ഒരുമിച്ച് പ്രായപൂർത്തിയായ 2 പേർക്ക് ജീവിക്കുന്നതിന് ഇന്ന് ഇന്ത്യയിൽ ഒരു തടസ്സവുമില്ല. ഇതൊക്കെ തന്നെ കാണിക്കുന്നത് ക്രിസ്തീയ മൂല്യങ്ങളെ മാറ്റി അതിനു പകരം വെറും 3ാംകിട നിരീശ്വര മൂല്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വരുന്നത് എവല്യൂഷനെ കുറിച്ചും നിരീശ്വരവാദത്തെക്കുറിച്ചുമാണ്, അല്ലെങ്കിൽ മാനവികതയെക്കുറിച്ചുമാണ്. അപ്പം ഒരു 10ാം ക്ലാസ് പാസ്സാകുന്നതിന് മുമ്പേ അവരൊരു 3 പ്രാവശ്യം പരിണാമത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രിന്റഡ് മീഡിയയിലും പാഠപുസ്തകങ്ങളിലും അധ്യാപകരിലൂടെയും കിട്ടുന്ന ആ വിവരം അവര് വസ്തുതാപരമായിട്ട് ആത്യന്തികമായിട്ട് എടുക്കുക. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും പ്രായോഗിക നിരീശ്വരന്മാരായിട്ട് തീരുന്നുണ്ട്. പ്രായോഗിക നിരീശ്വരൻ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വിശ്വാസിയും സ്കൂളിൽ നിരീശ്വരവാദി, അല്ലെ കോളേജിൽ നിരീശ്വരവാദിയും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ രഹസ്യ തലങ്ങളിൽ നിരീശ്വരവാദിയും ആത്മീകമായ പരസ്യ തലങ്ങളിൽ വിശ്വാസിയുമായിട്ട് ജീവിക്കുന്ന അനേക യുവാക്കന്മാർ ഈ കാലത്തുണ്ട്. അപ്പം അവരെ എക്വിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അവരുടെ സംശയങ്ങൾ അകറ്റേണ്ട ആവശ്യമുണ്ട്. വരുന്ന തലമുറയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കൊരു തലമുറ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് സ്കൂളുകളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന വിശ്വാസികളല്ലാത്തവർക്കും നമുക്ക് വചനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്ത് വചനസത്യങ്ങളിലേക്ക് അവരെ ആകർഷിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അത് നമ്മുടെ ഒരു വ്യക്തിഗതമായ ഒരു അജണ്ടയല്ല, മറിച്ച് അവർ എരിനരകത്തിലേക്ക് പോകാതെ ദൈവ വചനമനുസരിച്ച് കർത്താവിനെ കണ്ടെത്തണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടാണ് ഇരിക്കുന്നത്. ബൈബിളിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ കാതൽ. അതാ ഞാൻ പറഞ്ഞത്, ഈ സെഷൻ വളരെ പ്രധാനമാണ്. ബൈബിള് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസംബന്ധിയായ ഒരു കാര്യത്തിനും വിശദീകരണത്തിൻ്റെ ആവശ്യം വരത്തില്ല, ബൈബിള് മാത്രം നോക്കിയാൽ മതി. ഇഫ് സംബഡി ഈസ് കോൺഫിഡൻറ്റ് അബൌട്ട് or convinced about the reliability of the Bible, then the Bible is the ultimate authority for determining truth or understanding truth. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ചില വിമർശകര് ബൈബിളിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കൊട്ടേഷൻസ്, നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്, ഇതൊക്കെ പറഞ്ഞിട്ട് ഏകദേശം 10, 50, 70 വർഷങ്ങളായിട്ടുള്ള കൊട്ടേഷൻസ് ആണ്. അപ്പം ഇപ്പം ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. എന്നാൽ ആധികാരികമായ പുസ്തകങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടാണ്, അല്പം പഴക്കമുള്ളതാണെങ്കിലും ഇങ്ങനെയുള്ള കൊട്ടേഷൻസ് സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് നമ്മുടെ തലമുറയും വരുന്ന തലമുറയും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ബൈബിളിനെ വിമർശിക്കുന്ന ചിലർ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? ചില ഉദാഹരണങ്ങൾ മാത്രം എടുക്കാം.
ഇത് തോമസ് പെയിൻ എന്നും പറഞ്ഞ ഒരു ഫിലോസഫർ ഏജ് ഓഫ് റീസൺ പേജ് 234 പറഞ്ഞിരിക്കുന്നതാണ്. യേശുക്രിസ്തു ജീവിച്ചിരുന്നതായി പറയപ്പെടുന്ന കാലത്ത് ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ പോലും അത്തരം ഒരു വ്യക്തി ജീവിച്ചിരുന്നതായി കാണിക്കുന്ന ഒരു ചരിത്രവും എഴുതപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനല്ല. യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു ചരിത്ര രേഖകളുമില്ല. ഈ തോമസ് പെയിനൊക്കെ നിരീശ്വര ലോകം വളരെ ആദരവോടെ നോക്കിക്കാണുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം നല്ലൊരു ഫിലോസഫറുമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ ഇത് തോമസ് പെയിൻ്റെ മറ്റൊരു കൊട്ടേഷനാണ്. ദ ബൈബിൾ എ ഹിസ്റ്ററി ഓഫ് വിക്കറ്റ്നെസ് ദാറ്റ് ഹാസ് സെർവ്ഡ് ടു കറപ്റ്റ് ആൻഡ് ബ്രൂട്ടലൈസ് മാൻകൈൻഡ്. ബൈബിൾ എന്ന് പറയുന്നത് മനുഷ്യത്തെ ദുഷിപ്പിക്കാനും ക്രൂരമാക്കാനും കാരണമായ ദുഷ്ടതയുടെ ചരിത്രമാണ്. ബൈബിൾ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തെ ദുഷിപ്പിക്കാനും ക്രൂരമാക്കാനും കാരണമായ ദുഷ്ടതയുടെ ചരിത്രമാണ്. ഇത് പഴയ നിയമത്തിൽ കനാനിലുള്ള ആളുകളെ കൊന്ന ഇങ്ങനെയുള്ള വിഷയങ്ങൾ, കുഞ്ഞുങ്ങളെ കൊന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് ഇത് മനുഷ്യവർഗത്തെ ദുഷിപ്പിക്കാനും ക്രൂരമാക്കാനും കാരണമായ ദുഷ്ടതയുടെ ചരിത്രമാണ്. ഈ കൊട്ടേഷന് ഇതിൻ്റെ വിശദീകൃത രൂപത്തിൽ ഇന്നത്തെ പ്രധാന നിരീശ്വരവാദികളുടെ എല്ലാ പുസ്തകങ്ങളിലും കാണാനായിട്ട് കഴിയും. മലയാളത്തിലെ രവിചന്ദ്രൻ പോലെയുള്ളവർ, ഇടമറുകു പോലെയുള്ളവർ, മാത്രമല്ല ഇംഗ്ലീഷിലാണെങ്കിൽ റിച്ചാർഡ് ഡോക്കിൻസ്, ഡെന്നറ്റ്, ഹിച്ചിൻസ്, ഹാരിസ്, ഇങ്ങനെയുള്ള കുപ്രസിദ്ധരായിട്ടുള്ള അനേകരെ നരകത്തിലേക്ക് തള്ളിയിടാൻ അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുപ്രസിദ്ധരായിട്ടുള്ള നിരീശ്വരവാദികളെല്ലാം വളരെ വികസിതമായിട്ട് ക്രിസ്ത്യാനിത്വത്തെ അറ്റാക്ക് ചെയ്യാൻ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാദഗതിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും അനേക ക്യാമ്പുകളിൽ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവർ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ ഈ കൊട്ടേഷൻസ് ആരൊക്കെയോ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ആരൊക്കെയോ അവരുടെ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്. അവർക്കും ഇക്കാര്യത്തെക്കുറിച്ച് സംശയമുണ്ട്. ഈ ചോദ്യം വരാത്ത, ബൈബിളിലെ പഴയ നിയമത്തിലെ ദൈവം ക്രൂരനല്ലേ എന്നുള്ള ചോദ്യം വരാത്ത ഒരു ക്യാമ്പും ഈ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഇതൊക്കെ എത്തിയിട്ടുണ്ട്. തോമസ് പെയിൻ്റെ കൊട്ടേഷനാണല്ലോ അത്. ഇനിയും ഇത് മാർക്ക് ട്വെയിൻ എന്ന് പറഞ്ഞ ഭൗതിക ജീവിത സുഖത്തിൽ വളരെ കേന്ദ്രീകരിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം പറയുകയാണ്, യു ബിലീവ് ഇൻ എ ബുക്ക് ദാറ്റ് ഹാസ് ടോക്കിംഗ് അനിമൽസ്. കഴുത സംസാരിച്ചതിനെ കുറിച്ച്. വിസാർഡ്സ്, വിച്ചസ്, മന്ത്രവാദികൾ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഡെമൺസ് സ്റ്റിക്ക് ടേണിങ് ഇൻ ടു സ്നേക്സ്, മോശയുടെ വടി പാമ്പായതിനെ കുറിച്ച്. ബേണിംഗ് ബുഷസ്, കത്തുന്ന മുൾപടർപ്പ്. ഫുഡ് ഫോളിങ് ഫ്രം സ്കൈ, മഞ്ഞയെക്കുറിച്ചാണ്. പീപ്പിൾ വാക്കിംഗ് ഓൺ വാട്ടർ ആൻഡ് ഓൾ സോർട്സ് ഓഫ് മാജിക്കൽ അബ്സേർഡ് ആൻഡ് പ്രിമിറ്റീവ് സ്റ്റോറീസ്. ബൈബിളിൽ ഒരുപാട് മാജിക്കലായിട്ടുള്ള മാജിക്ക് പോലുള്ള പല കാര്യങ്ങളുണ്ട്. അതുപോലെ പല കഥകളുണ്ട്, വളരെ പ്രാചീനമായ കിരാതമായ കഥകളൊക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. സംസാരിക്കുന്ന മൃഗങ്ങൾ, മന്ത്രവാദികൾ, ഭൂതങ്ങൾ, പാമ്പുകളായി മാറുന്ന വടികൾ, കത്തുന്ന കുറ്റിക്കാടുകൾ, ആകാശത്ത് നിന്ന് വീഴുന്ന ഭക്ഷണങ്ങൾ, വെള്ളത്തിന്മേൽ നടക്കുന്ന ആളുകൾ, അത് കർത്താവിനെ കുറിച്ചാണ്. എല്ലാത്തരം മാന്ത്രികവും അസംബന്ധവും പ്രാകൃതവുമായ കഥകളുള്ള ഒരു പുസ്തകത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളെക്കുറിച്ചുള്ള ആരോപണമാണ്. ഇങ്ങനൊരു പുസ്തകത്തിലാണ്, പ്രാചീനമായ പുസ്തകത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കാൻ വരികയാണ്. നിങ്ങൾ പറയുന്നു ഞങ്ങളാണ് സഹായം ആവശ്യമുള്ളവർ, നിങ്ങൾ പാപികളാ, നിങ്ങൾ നരകത്തിൽ പോകും, നിങ്ങൾക്ക് രക്ഷ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഗുണപ്പെടുത്താൻ നടക്കുകയാണോ? മാർക്ക് ട്വെയിനിൻ്റെ ഒരു കൊട്ടേഷനാണത്. അതുപോലെ തന്നെ ഇത് ലെറ്റർ ഓഫ് തോമസ് ജെഫേഴ്സൺ, അദ്ദേഹവും വളരെ പ്രശസ്തനായ ഒരു ഫിലോസഫറാണ്. ദ ഹോൾ ഹിസ്റ്ററി ഓഫ് ദീസ് ബുക്സ്, ഗോസ്പൽസിനെ കുറിച്ചാണ്. ഈസ് സോ ഡിഫക്റ്റീവ് ആൻഡ് ഡൗട്ട്ഫുൾ that it seems vain to attempt minute inquiry into it, and such tricks have been played with their text and with the text of other books relating to them, that we have a right from that cause to entertain much doubt what parts of them are genuine. അത് സുവിശേഷങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത്. ഈ പുസ്തകങ്ങളുടെ മുഴുവൻ ചരിത്രവും വളരെ വികലവും സംശയാസ്പദവുമാണ്. അതിനെക്കുറിച്ച് സൂക്ഷ്മമായ അന്വേഷണത്തിന് ശ്രമിക്കുന്നത് വെറുതെയാണെന്ന് തോന്നുന്നു. പല തന്ത്രങ്ങൾ അവയുമായി ബന്ധപ്പെട്ട
മറ്റു പുസ്തകങ്ങളുടെ രചനയിലും പയറ്റിയിട്ടുണ്ട്. ആ കാരണത്താൽ അവയിൽ ഏതൊക്കെ ഭാഗങ്ങൾ യഥാർത്ഥമാണെന്ന് സംശയിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഈ ബൈബിളിനെ കുറിച്ച് ഞങ്ങൾ സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ജോൺ ആഡംസിന് എഴുതിയ ഒരു കത്തിൽ അദ്ദേഹം ഉന്നയിച്ച ഒരു വിമർശനമാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ. ഇത് ബർട്രൻ റസലിൻ്റെയാണ്, വളരെ അറിയപ്പെടുന്ന ഒരു ഫിലോസഫറാണ്. വൈ ഐ എം നോട്ട് എ ക്രിസ്ത്യൻ എന്നൊരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൻ്റെ 16ാമത്തെ പേജിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ക്രിറ്റിസിസമാണ്: ഹിസ്റ്റോറിക്കലി ഇറ്റ് ഈസ് ക്വൈറ്റ് ഡൗട്ട്ഫുൾ വെദർ ജീസസ് എവർ എക്സിസ്റ്റഡ് അറ്റ് ഓൾ, ആൻഡ് ഇഫ് ഹി ഡിഡ് വി ഡു നോട്ട് നോ എനിത്തിങ് അബൌട്ട് ഹിം. യേശുക്രിസ്തു ചരിത്രപരമായി ക്രിസ്തു എപ്പോഴെങ്കിലും ജീവിച്ചിരുന്നോ എന്നുള്ളത് തികച്ചും സംശയാസ്പദമാണ്. ജീവിച്ചിരുന്നെങ്കിൽ തന്നെ നമുക്ക് അവനെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഒരു ചരിത്രപുരുഷനല്ല, ഒരു നിർമ്മിത കഥയാണ്. വൈ ഐ എം നോട്ട് എ ക്രിസ്ത്യൻ, പേജ് 16, ബർട്രൻ റസൽ. അപ്പം ഇങ്ങനെയുള്ള അനേക വിമർശനങ്ങൾ ഡാവിഞ്ചി കോഡില് ഡാൻ ബ്രൗൺ പറയുന്ന ഒരു കൊട്ടേഷനാണിത്: ബൈബിൾ സ്വർഗത്തിൽ നിന്ന് ഫാക്സ് വഴി വന്നതല്ല എൻ്റെ പ്രിയരെ, ബൈബിൾ മനുഷ്യന്റെ ഉൽപ്പന്നമാണ്, ദൈവത്തിൻ്റെതല്ല. വെറും മനുഷ്യനിർമ്മിതമായ ഒരു ഗ്രന്ഥമാണ് ഈ ബൈബിൾ എന്നാണ് ഡാവിഞ്ചി കോഡില് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ആളുകൾ പല ചോദ്യങ്ങൾ ബൈബിളിന്റെ ഒതന്റിസിറ്റിയെയും റിലയബിലിറ്റിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരെന്താ നമ്മളോട് ഈ ചോദിക്കുന്നത്? എന്താ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താ അവരുടെ വാദം? ഒന്ന്, ബൈബിളിന്റെ ആധികാരികതയും വിശ്വാസ്യതയും ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ അവർ യഥാർത്ഥത്തിൽ എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്? എന്താ അവരുടെ ചോദ്യം? എന്തിനാ ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത്? എന്നാ ഇവർ പറയാനായിട്ട് വരുന്നത്? ഇവരുടെ ചോദ്യത്തിന്റെ പിന്നിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത്തേത്, ഹൗ ഡു യു നോ ഇഫ് ബൈബിൾ വി ഹാവ് ടുഡേ ഈസ് ദ സെയിം ആസ് ദ ഒറിജിനൽ? ഇഷ്യൂ ഓഫ് ആക്യുറസി ഓഫ് കോപ്പിയിങ് ആൻഡ് ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മുടെ കൈവശമുള്ള ബൈബിൾ മൂലകൃതിക്ക് സമാനമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പകർത്തലിൻ്റെയും വിവർത്തനത്തിൻ്റെയും കൃത്യതയുടെ പ്രശ്നമാണ് അവർ ഉന്നയിക്കുന്നത്. ഇത് കൃത്യമായിട്ട് മൂലഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? പകർത്തി കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് പരിഭാഷപ്പെടുത്തി കിട്ടിയിട്ടുണ്ടോ? ഇതാണോ ജെനുവിൻ? ഇതാണോ യഥാർത്ഥമായിട്ടുള്ളത്? ഇത് 100% വിശ്വസിക്കാമോ? 2000 അല്ലെങ്കിൽ 3500 വർഷം തൊട്ട് 2000 വർഷം വരെ മുമ്പ് എഴുതിയ, പ്രാചീന കാലത്ത് പ്രിന്റിംഗ് ഇല്ലാതിരുന്ന കാലത്ത്, പാണ്ഡിത്യം കുറവായിരുന്ന കാലത്ത് എഴുതപ്പെട്ട ഈ ഗ്രന്ഥം ഒറിജിനൽ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇതാണ് ഇവർ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം. രണ്ടാമത്തേത്, അസ്യൂമിങ് ദാറ്റ് ദ കോപ്പിയിങ് ട്രാൻസ്ലേഷൻ ഈസ് ആക്യുറേറ്റ്, ഹൗ ഡു വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഡിവൈൻ ആൻഡ് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു ബി ട്രൂ, ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് കൺകോർട്ടഡ് സ്റ്റോറീസ് ഓർ അഡോപ്റ്റഡ് മിത്സ്? അതായത് പകർപ്പ് വിവർത്തനം കൃത്യമാണെന്ന് വെച്ചു, അത് ദൈവികമാണെന്നും സത്യമാണെന്നും അവകാശപ്പെടുന്ന കാര്യങ്ങൾ ശരിയാണെന്നും അത് കെട്ടിച്ചമച്ച കഥകളോ സ്വീകരിക്കപ്പെട്ട കെട്ടുകഥകളോ അല്ല എന്നും എങ്ങനെ അറിയാം? അതായത് ഒരു ഭ്രാന്തൻ എഴുതിയ അവൻ്റെ സ്വപ്നങ്ങള് അതുപോലെ തന്നെ കൃത്യമായിട്ട് കിട്ടിയിട്ട് വല്ല കാര്യവുമുണ്ടോ? അത് വെറും അവൻ്റെ ഭ്രാന്തിൻ്റെ ഭാഗം, അല്ലെങ്കിൽ അവൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമാണ്. അത് ജിബ്രീഷ. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇപ്പം ഒന്നാമത്തെ ചോദ്യം അവർ ചോദിക്കുന്നത്, ഈ ഒറിജിനൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഉണ്ടോ? എങ്ങനെ അറിയാം? ഒന്ന് തെളിയിക്കാമോ? രണ്ടാമത്തേത് അവർ ചോദിക്കുന്നത്, പകർപ്പും വിവർത്തനമൊക്കെ കൃത്യമാണ്, നിങ്ങളുടെ ഒറിജിനൽ ഇരിക്കുന്നുണ്ട്, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ തന്നെ അത് ദൈവികമാണെന്നും അത് സത്യമാണെന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ ശരിയാണെന്നും അത് കെട്ടിച്ചമച്ച കഥകളോ സ്വീകരിക്കപ്പെട്ട കെട്ടുകഥകളോ അല്ലെന്നും എങ്ങനെ അറിയാം? ആരൊക്കെയോ എവിടുന്നോ കെട്ടുകഥകളൊക്കെ സ്വീകരിച്ചു. അങ്ങനെ കെട്ടുകഥകൾ അടങ്ങിയ അനേക ഗ്രന്ഥങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഗ്രീക്ക് ഭാഷയിലും അങ്ങനെയുള്ള ധാരാളമുണ്ട്, ഇന്ത്യയിലും അങ്ങനെയുള്ള ധാരാളമുണ്ട്. കെട്ടിച്ചമച്ചതാണെന്ന് അതിൻ്റെ പ്രായോജകർ തന്നെ അവകാശപ്പെടുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗണത്തിൽപ്പെടുന്ന അല്ല എന്നെങ്ങനെ അറിയാം? ഈ 3500 തൊട്ട് 2000 വർഷം മുമ്പ് വരെ എഴുതി കഴിഞ്ഞ ഈ സാധനം അന്ന് എഴുതിയവര് വെറും എന്തൊക്കെയോ വായി വന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ളത് പോലെ എഴുതിയതല്ല എന്നെങ്ങനെ അറിയാം? നിങ്ങളുടെ ഈ വചനം അതാണ്. യേശുക്രിസ്തു ജീവിച്ചിരുന്നോ? നിങ്ങൾ ഒരുപാട് കഥകളൊക്കെ പറയുന്നുണ്ട് സുവിശേഷത്തിൽ. അത് യഥാർത്ഥ ചരിത്രമാണോ, അതോ അന്ന് ആരെങ്കിലും ചുമ്മാ എന്തെങ്കിലും എഴുതി വെച്ചത്
വലിയ ദിവ്യമാണെന്ന് പറഞ്ഞ് ഇന്ന് ആളുകൾ വെറുതെ വായിക്കുകയും പഠിക്കുകയും ചെയ്ത് അവരുടെ സമയം കളയുന്ന പരിപാടിയാണോ? എങ്ങനെ അറിയാനായിട്ട് സാധിക്കും? ഇതാണ് ഈ ചോദ്യത്തിന്റെ പിന്നിലെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒന്ന്, ബൈബിൾ ഒതന്റിക് ആണോ? രണ്ട്, ബൈബിൾ റിലയബിൾ ആണോ? ഒതന്റിക് ആണോ എന്ന് ചോദിച്ചാൽ അന്നത്തെ രേഖ അതുപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? മൂലഭാഷയിൽ എഴുതപ്പെട്ട ബൈബിളും എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ കറുത്ത ബൈൻഡിട്ട ബൈബിളും ഒന്നു തന്നെയാണോ? അത് വളരെ കൃത്യമായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? ഒതന്റിക് ആണോ? ഇപ്പം നമ്മൾ ഒരു വില്ലൊക്കെ എഴുതി വെക്കുകയാണെന്ന് വിചാരിക്കുക. വലിയ അടിപിടിയുള്ള വീടുകളൊക്കെ ആണെങ്കിൽ അവിടെ അവസാനം ഈ വില്ലിനെ കുറിച്ച് വലിയ തർക്കം വരും. ചിലർ ചിലപ്പം കോടതി പോയി വില്ല്, അല്ലെങ്കിൽ ഈ അപ്പൻ എഴുതി വെച്ച ആ വില്ല്, അപ്പൻ്റെ ഇഷ്ടം വസ്തുവകൾ എങ്ങനെ വീതിക്കണം എന്നൊക്കെ എഴുതി വെച്ച ആ വില്ല് ഒതന്റിക് ആണോ അല്ലയോ? നമുക്കറിയാം, കേരളത്തിലെ ഒരു മന്ത്രിയുടെ മക്കൾ തമ്മിൽ ഇങ്ങനെ ഒരു കേസിനെ കുറിച്ച് വഴക്ക് നടക്കുന്നുണ്ട്. അപ്പൻ്റെ വില്ല് ഭീഷണിപ്പെടുത്തി എഴുതിയതാണ്, അല്ലെങ്കിൽ അത് യഥാർത്ഥമല്ല എന്നൊക്കെ പറഞ്ഞ് കേസ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലാണ്. അതാണ് ഒതന്റിസിറ്റി. അപ്പം കോടതി ചലഞ്ച് ചെയ്യുന്നവർ പറയുന്നത് ഈ വില്ല് ഒതന്റിക് അല്ല, ഇതുപോലെ അല്ല ഇത് എഴുതപ്പെട്ടത്, അല്ലെങ്കിൽ ഇതിൽ ആരോ തിരുത്തലൊക്കെ വരുത്തിയിരിക്കുന്നു, ഇത് ഒറിജിനൽ അല്ല, മൂലഭാഷയിൽ ഇതുപോലെയൊന്നും ആയിരിക്കണമെന്നില്ല. അതാണ് ഒതന്റിസിറ്റി. ആ ഒറിജിനൽ അതുപോലെയാണോ? ആധികാരികത. ഇതിന് ആധികാരികതയുണ്ടോ? ഈ വചനത്തിന് ആധികാരികതയുണ്ടോ? ഈസ് ഇറ്റ് ദ സെയിം ആസ് ദ ഒറിജിനൽ? എൻ്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം ദൈവം എഴുതിയെന്ന് നിങ്ങൾ പറയുന്ന അതേ കാര്യം തന്നെ വന്നിരിക്കുന്നുവോ? അതാണ് ഒതന്റിസിറ്റി. രണ്ടാമത്തേത് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസ്യതയുണ്ടോ? ഇത് വിശ്വസനീയമാണോ? ഇത് ആശ്രയിച്ചാൽ ഈ പറയുന്ന ഗുണങ്ങൾ കിട്ടുമോ? 2 തീമോഥെയോസ് 3:16 17 ഒക്കെ പറയുന്നത് പോലുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുമോ? അത്ര വിലയേറിയതാണോ? ഇത് ദൈവികമാണോ? ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ രക്ഷിക്കപ്പെട്ടാൽ സ്വർഗത്തിൽ പോകുന്നൊക്കെ പറയുന്നത് നടക്കുമോ? ഇതിലുള്ള പ്രവചനങ്ങളൊക്കെ സത്യസന്ധമാണോ? ഇതാണ് റിലയബിലിറ്റി. ഈ പുസ്തകത്തില് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെയോ? അത് ഉപയോഗിച്ചാൽ, അത് വിശ്വസിച്ചാൽ, അത് ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾ പറയുന്ന പ്രയോജനം കിട്ടുമോ? ഈസ് ഇറ്റ് റിലയബിൾ? ആശ്രയിക്കാൻ പറ്റിയതാണോ? അതോ ഏതേലും പൊട്ടൻ എഴുതിയ കഥകൾ മറ്റു കുറേ പൊട്ടന്മാർ പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ട് വേറെ കുറേ പൊട്ടന്മാർ വില കൊടുത്ത് മേടിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന പൊട്ടത്തരമാണോ ആകെ മൊത്തം? അതാണ് ഇവർ ചോദിക്കുന്ന റിലയബിലിറ്റിയെ കുറിച്ചുള്ള ചോദ്യം. അപ്പൊ 2 ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത്. ഈസ് ദ ബൈബിൾ ഒതന്റിക്? 2, ഈസ് ദ ബൈബിൾ റിലയബിൾ? ഇത് നമുക്ക് വിശ്വസനീയമാണോ? ഇത് വിശ്വസിച്ചാൽ ഇതിൽ പറയുന്ന ഗുണങ്ങൾ കിട്ടുമോ? ഇതിൽ പറയുന്ന വ്യതിയാനങ്ങൾ വരുമോ? ഇതിൽ പറയുന്ന പോലാണോ പ്രപഞ്ചം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതാണ് വിശ്വാസ്യത സംബന്ധിച്ച്. അതിന് ഒരാള് ഒരു 4 മാർഗങ്ങൾ, ഇത് ആധികാരികമാണോ, ഒതന്റിക് ആണോ, ഇത് റിലയബിൾ ആണോ, വിശ്വസനീയമാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരാൾ ഒരു 4 കാര്യങ്ങൾ, 4 തരം തെളിവുകൾ അതിനായിട്ട് പറഞ്ഞു വെച്ചു. അതിൻ്റെ ചുരുക്കെഴുത്താണ് മാപ്സ്, MAPS. ഒന്നാമത്തേത് മാനുസ്ക്രിപ്റ്റ്സ്, കയ്യെഴുത്തു പ്രതികൾ. രണ്ടാമത്തേത് ആർക്കിയോളജി, പുരാവസ്തു ശാസ്ത്രം. മൂന്നാമത്തേത് പ്രൊഫസി, പ്രവചനം. നാലാമത്തേത് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവര കണക്ക്. അപ്പം മാപ്സ് എന്ന് പറയുന്ന ചുരുക്കെഴുത്തിൽ അറിയപ്പെടുന്ന 4 പ്രധാന തെളിവുകൾ. ഇതല്ലാതെയും ധാരാളം തെളിവുകളുണ്ട്, എല്ലാറ്റിലേക്കും പോകാനായിട്ട് നമുക്ക് കഴിയത്തില്ലല്ലോ. മാപ്സ് എന്ന് പറഞ്ഞ ഒരു ചുരുക്കെഴുത്തിൽ ഒരു എഴുത്തുകാരന് ഇതിനൊരു അക്രോനിയം, ഒരു ചുരുക്കെഴുത്തുണ്ടാക്കി. മാനുസ്ക്രിപ്റ്റ്സ്, ആർക്കിയോളജി, പ്രോഫസി, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ്. മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ മൂലഭാഷയിൽ ബൈബിൾ എഴുതപ്പെട്ടതിനോട് അടുത്ത കാലത്ത് തന്നെ അതിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ ധാരാളം പ്രചാരം നേടിയിരുന്നു. ആ കയ്യെഴുത്ത് പ്രതികൾ ഈ ബൈബിള് ആധികാരികമാണെന്ന് തെളിയിക്കുന്ന ഒരു വലിയ നിക്ഷേപപാത്രമാണ്. കയ്യെഴുത്ത് പ്രതികൾ മാത്രം പരിശോധിച്ചാൽ ഈ ബൈബിള്
അയ്യോ, ഇതെത്രയോ ഉന്നതമായ ഒരു ഗ്രന്ഥമാ, അതുല്യമായ ഒരു ഗ്രന്ഥമാ, ദിവ്യമായ ഗ്രന്ഥമാ, ഇത് വിശ്വസനീയമാണ് എന്നൊരു മനുഷ്യന് സ്വീകരിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഒതന്റിക് ആണ് എന്നൊരു മനുഷ്യന് ബൈബിളിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ പുരാവസ്തു ശാസ്ത്രം, ഭൂമി കുഴിച്ച് പല വലിയ കല്ലിൽ എഴുതിയ രാജാക്കന്മാരുടെ പ്രഖ്യാപനങ്ങൾ, അതുപോലെ ഉത്തരവുകൾ, ഇതുപോലുള്ള, അതുപോലെ കലം, ചട്ടി, പാത്രങ്ങൾ, ആയുധങ്ങൾ, നിലനിന്ന ചില രാജാക്കന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ, ചില യുദ്ധങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ, ഇതൊക്കെ കുഴിച്ചെടുക്കുന്നുണ്ട്. ഇന്ത്യയെ തന്നെ നമുക്കറിയാമല്ലോ, മോഹൻജാദാരോ, ഹാരപ്പ, ഈ പ്രദേശങ്ങളിൽ നിന്ന് പ്രാചീന സംസ്കാരത്തെക്കുറിച്ചുള്ള തെളിവുകൾ കിട്ടിയത് പുരാവസ്തു ശാസ്ത്രം വഴിയാണ്. കേരളത്തിലാണേലും കൊടുങ്ങല്ലൂരിൽ ഒരുപാട് പുരാവസ്തു ശാസ്ത്ര പഠനങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. പ്രാചീന ചരിത്രത്തെക്കുറിച്ച് ഒരുപാട് രഹസ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ ആർക്കിയോളജിയും ഒരു വലിയ അളവ് വരെ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാണ്. ബൈബിളിൽ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ പണ്ട് അങ്ങനെ ഒരു സ്ഥലമുണ്ടായിരുന്നു. ബൈബിളിൽ ഒരാളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു. ബൈബിളിൽ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിരുന്നു. ഇങ്ങനെ തെളിയിക്കുന്ന തെളിവുകൾ ദിവസം തോറും പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാമോ? ഒരു മിത്തോളജിക്കൽ പുസ്തകത്തിൽ, അല്ലെങ്കിൽ കെട്ടുകഥകൾ അടങ്ങിയ ഒരു ഗ്രന്ഥത്തിൽ ഒരിക്കലും ആർക്കിയോളജിക്കൽ എവിഡൻസസ് കാണത്തില്ല. ആരോ ഒരാള് എവിടോ ഇരുന്ന് ഒരു കുടിലിലോ അല്ലെ വനത്തിലോ അല്ലെ പർവ്വതത്തിലോ പോയിരുന്ന് എഴുതി ഒരു ഗ്രന്ഥം ചമച്ചുണ്ടാക്കി അദ്ദേഹത്തിന്റെ ഭാവന അനുസരിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വെളിവുകേട് അനുസരിച്ചോ ഒക്കെ, ഡെല്യൂഷൻസ്, തോന്നലുകൾ അനുസരിച്ചൊക്കെ എഴുതി വെച്ച ഒരു മിത്തോളജിക്കൽ ഗ്രന്ഥത്തില് ആർക്കിയോളജിക്കൽ പ്രൂഫ് ഒന്നും കാണത്തില്ല. പ്രിയപ്പെട്ടവരെ, എവറി ഡേ, ഓരോ ദിവസവും പുതിയ ആർക്കിയോളജിക്കൽ എവിഡൻസസോടുകൂടാണ് ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ബൈബിളിൻ്റെ ആധികാരികത തെളിയിച്ചുകൊണ്ടിരിക്കും. അതുപോലെ പ്രവചനങ്ങൾ, നമ്മുടെ ജോൺ ബി തോമസ് അച്ചാന് ഇക്കാര്യത്തിൽ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ ഈ പ്രവചനങ്ങളെക്കുറിച്ചുള്ള വലിയ ഡീറ്റെയിൽസിലേക്ക് പോകത്തില്ല. അനേക പ്രവചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഈ മുന്നമേ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് നടക്കുകയാണെങ്കിൽ ഇത് ദൈവിക മായയിലേ പറ്റത്തുള്ളൂ. കാലാവസ്ഥാ പ്രവചനം പോലെ നാളെ മഴ പെയ്യുകയോ പെയ്യാതിരിക്കുകയോ ചെയ്യാമെന്ന് പറയുന്നതല്ല ബൈബിളിലെ പ്രവചനങ്ങൾ. വളരെ കൃത്യമായിട്ട് പറഞ്ഞ അനേക കാര്യങ്ങൾ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, മധ്യപൂർവേഷ്യയിലൊക്കെ ഇന്നും അനേക പ്രവചനങ്ങൾ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ പ്രവചനങ്ങൾ കാണിക്കുന്നത് ഇതൊരു ദൈവിക ഗ്രന്ഥമാണെന്നാണ്. അതുപോലെ സ്ഥിതി വിവരക്കണക്ക്, അത് വാസ്തവത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള അതിന് നല്ലൊരു മലയാളം പദമില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് കണക്ക് പോലെ ഒരു ബ്രാഞ്ചാണ്. കണക്കുമായിട്ട് വളരെ ബന്ധപ്പെട്ട, മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിവിഷനാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സങ്കേതങ്ങൾ അനുസരിച്ച് ബൈബിളിനെ നമ്മൾ പരിശോധിക്കാമെങ്കിലും യെസ്, ഈ ബൈബിള് ദൈവികം തന്നെ ആയിരിക്കണം, ഇറ്റ് കനോട്ട് ബി അതർവൈസ് എന്ന് നമ്മൾ വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ മാപ്സ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്തത് ഹാങ്ഗ്രാഫ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. ഇത് സൗകര്യപ്രദമായതുകൊണ്ട്, അല്ലാതെ ഇത് ആത്യന്തികമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, സൗകര്യപ്രദമായതുകൊണ്ട് മാത്രമല്ല ഓർത്തിരിക്കാൻ എളുപ്പമായതുകൊണ്ട്, മറ്റുള്ളവരോട് പറയാൻ മാനുസ്ക്രിപ്റ്റ്സ്, ആർക്കിയോളജി, പ്രോഫസി, സ്റ്റാറ്റിസ്റ്റിക്സ്, മാപ്പ് എന്ന് പറയാൻ എളുപ്പമായതുകൊണ്ട് ഒരു മെമ്മറി ടൂളായിട്ടാണ് ഞാൻ ഇത് സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് ഹൗ ടു എസ്റ്റാബ്ലിഷ് ദ റിലയബിലിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ. ബൈബിളിൻ്റെ റിലയബിലിറ്റി എങ്ങനെ തെളിയിക്കാം? അതിന് 4 കാര്യങ്ങൾ: മാനുസ്ക്രിപ്റ്റ്സ്, ആർക്കിയോളജി, പ്രോഫസി, സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൻ്റെ എല്ലാ ആദ്യത്തെ അക്ഷരം ചേർക്കുമ്പോൾ മാപ്സ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ ഒരുവിധം ആഴമായിട്ട് വിശകലനം ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ ബൈബിളിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ഇത് ദൈവം നമുക്ക് തന്ന ഗ്രന്ഥമാണ്. ദൈവം കണ്ണിൽ എണ്ണയൊഴിച്ച് അതിനെ പ്യുവർ ഫോമിൽ മലയാളക്കരയുടെ കോണുകളിൽ ജീവിക്കുന്ന നമ്മുടെ അരികിൽ പോലും കൊണ്ടെത്തിച്ച ദൈവിക ഗ്രന്ഥമാണ് ബൈബിൾ എന്നുള്ള ഉറച്ച തീരുമാനത്തിലേക്ക് വരുവാനായിട്ട് ഈ 4 തെളിവുകളും പര്യാപ്തമാണ്. നമുക്ക് ആദ്യത്തേതിലേക്ക് വരാം, മാപ്പിൻ്റെ എമ്മിലേക്ക് വരാം. ഞാൻ ഏറ്റവും അധികം എംഫസിസ് കൊടുക്കുന്ന, പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഭാഗത്തിനാണ്. എല്ലാവരും വളരെ
ശ്രദ്ധയോടുകൂടെ ഈ കാര്യം ഒന്ന് പഠിക്കണം എന്നെനിക്ക് താല്പര്യമുണ്ട്. ഇതൊക്കെ ഓർത്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും ഗൈഡ് ചെയ്യാൻ, നമ്മുടെ കൊച്ചുമക്കളെ ഗൈഡ് ചെയ്യാൻ ഒക്കെ തന്നെ വലിയൊരളവിൽ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഐ റിക്വസ്റ്റ് യുവർ അൺഡിവൈഡഡ് അറ്റൻഷൻ, വളരെ ശ്രദ്ധ ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്താ ഈ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ? മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ കൈയെഴുത്ത് പ്രതികളെന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയും. ഒരു കൈയെഴുത്ത് പ്രതി എന്നാൽ കൈകൊണ്ട് എഴുതിയതോ ടൈപ്പ് ചെയ്തതോ ആയ ഏത് രേഖയുമാണ്. ഇപ്പോഴും വേണേൽ ഞാൻ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്താൽ അതിനെ കൈയെഴുത്ത് പ്രതി എന്ന് വിളിക്കാം. കൈകൊണ്ട് എഴുതണം എന്നുള്ള നിർബന്ധമില്ല. പക്ഷേ പ്രാചീന കാലത്തല്ല, ഇത് കൈയെഴുത്ത് പ്രതികൾ തന്നെയായിരുന്നു. ശാസ്ത്രിമാരെ പോലുള്ള വിദഗ്ധന്മാര് കുത്തിയിരുന്ന് എഴുതിയിരുന്നവയാണ് കൈയെഴുത്ത് പ്രതികൾ. അപ്പം കൈയെഴുത്ത് പ്രതി എന്നാൽ കൈകൊണ്ട് എഴുതിയതോ ടൈപ്പ് ചെയ്തതോ ആയ ഏതൊരു രേഖയുമാണ് കൈയെഴുത്ത് പ്രതി. എന്നാൽ യാന്ത്രികമായി അച്ചടിച്ചതോ അല്ലെങ്കിൽ പരോക്ഷമായ ഏതെങ്കിലും മാർഗത്തിൽ ഉൽപ്പാദിച്ചതോ ആയിരിക്കരുത്. എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്ത ഒരു മെറ്റീരിയലിനെ കൈയെഴുത്ത് പ്രതി എന്ന് വിളിക്കാൻ പറ്റില്ല. അല്ലെ ഫോട്ടോസ്റ്റാറ്റോ സീറോക്സോ ഇങ്ങനെയുള്ള ഒന്നും ചെയ്തതിനെ നമുക്ക് കൈയെഴുത്ത് പ്രതി എന്ന് വിളിക്കാൻ പറ്റില്ല. അതിനൊരു യാഡ് സ്റ്റിക്ക് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചിന്തിച്ച് എഴുതിയ, ഏതെങ്കിലും വിധത്തിൽ എഴുതിയ, പേന കൊണ്ടോ അല്ലെ കമ്പ്യൂട്ടർ കൊണ്ടോ ടൈപ്പ് റൈറ്റർ കൊണ്ടോ എഴുതിയ, അവൻ്റെ മനസ്സ് അതിൻ്റെ പിന്നിലുണ്ട്. സോ അത് ഫോട്ടോസ്റ്റാറ്റ് ആണെങ്കിൽ അതൊന്നുമില്ല, ആരോ എവിടെയോ എഴുതിയതിനെ യാന്ത്രികമായിട്ടുണ്ടാക്കുന്ന ആ ഫോട്ടോസ്റ്റാറ്റ്. അപ്പൊ ഈ കൈയെഴുത്ത് പ്രതിക്ക് ചരിത്രം തെളിയിക്കുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് ഹിസ്റ്റോഗ്രഫി എന്നും പറഞ്ഞ് വളരെ ആധുനികമായിട്ടുള്ള ശാസ്ത്രീയ സങ്കേതങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഹിസ്റ്ററിയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഒരു സംഭവം ചരിത്രപരമാണോ, യേശുക്രിസ്തു ജീവിച്ചിരുന്നുവോ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ വസിച്ചിരുന്നുവോ, അല്ലെങ്കിൽ അവര് ചെങ്കടൽ കടന്നുവോ, സീനായിൽ ദൈവം ഇറങ്ങിയോ, ഇതൊക്കെ ചരിത്ര സംഭവങ്ങളാണോ എന്ന് പരിശോധിക്കുന്ന ഹിസ്റ്ററിയുടെ ബ്രാഞ്ചാണ് ഹിസ്റ്റോഗ്രഫി. ഈ കൈയെഴുത്ത് പ്രതികൾ ഹിസ്റ്റോഗ്രഫിയുടെ ഒരു വലിയ ദിവ്യമായ തെളിവുകളാണ്. അപ്പൊ കൈയെഴുത്ത് പ്രതി എന്ന് പറയുന്നത് കൈകൊണ്ട് എഴുതിയത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തെടുത്തത്. പക്ഷേ കല്ലച്ചിലോ അച്ചടി യന്ത്രത്തിലോ സീറോക്സിലോ അങ്ങനെയൊന്നും എടുത്തത് ഒരു കൈയെഴുത്ത് പ്രതിയായിട്ട് സ്വീകരിക്കത്തില്ല. ഇത് ഞാൻ വളരെ പ്രശസ്തമായ ചില കൈയെഴുത്ത് പ്രതികളുടെ കോപ്പിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. കോഡസ് സിനാറ്റിക്കസ് അതുപോലെയൊക്കെയുള്ള കൈയെഴുത്ത് പ്രതികളുടെയാണ് ഇവിടെ കോപ്പി കാണിച്ചിരിക്കുന്നത്. ഒക്കെ വളരെ പ്രശസ്തമായ കൈയെഴുത്ത് പ്രതികളാണ്. ഇത് വളരെ വിലമതിക്കുന്ന, ലോകത്തിൽ ഇങ്ങനെയുള്ള അനേകായിരം ബൈബിളിന്റെ കൈയെഴുത്ത് പ്രതികളുണ്ട്. വളരെ വിലമതിക്കുന്ന രേഖകളാണ് ഇവയൊക്കെ തന്നെ. ഓക്കെ, കൈയെഴുത്ത് പ്രതി തെളിവുകൾ, മാനുസ്ക്രിപ്റ്റ് എവിഡൻസിലേക്ക് വരാം. ഇന്ന് നമ്മുടെ കൈവശമുള്ള ബൈബിൾ ഒറിജിനലിന് തുല്യമാണോ എന്ന് തീരുമാനിക്കാൻ, പ്രത്യേകിച്ച് പകർത്തലിൻ്റെയും വിവർത്തനത്തിൻ്റെയും കൃത്യതയുടെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ തെളിവുകളാണ് നമുക്ക് ഇത് തരുന്നത്. അതായത് ദൈവം തൻ്റെ ദാസന്മാർ മുഖാന്തരം ബൈബിൾ തന്നു. അത് തന്നിട്ട് അത് പൂർത്തീകരിച്ചിട്ട് 2000 വർഷങ്ങളായി. ഏകദേശം 1500 വർഷം കൊണ്ട് 40-ലധികം എഴുത്തുകാര് 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് വിവിധ വിദ്യാഭ്യാസ യോഗ്യതകളും അറിവും ഒക്കെ ഉണ്ടായിരുന്നവർ എഴുതിയ ബുക്കാണ്. അപ്പൊ അന്ന് അവരെഴുതിയ ആ ബുക്ക്, പ്രത്യേകിച്ച് അതൊരു പ്രാചീന കാലത്ത് എഴുതപ്പെട്ടതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഇന്നുള്ളതുപോലെ ഒരു രേഖ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളൊന്നും തീർച്ചയായിട്ടും ഇല്ലായിരുന്നു. അപ്പം ആ രേഖകൾ അതുപോലെ നമ്മുടെ കൈവശമുണ്ടോ, അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു സുവർണ തെളിവാണ് മാനുസ്ക്രിപ്റ്റ് എവിഡൻസ്. അതായത് ബൈബിളിന്റെ മൂലകൃതി തന്നെയാണോ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ ബൈബിൾ, എൻ്റെ കയ്യിൽ ആ മൂലകൃതി എത്തിയിട്ടുണ്ടോ? അതിന് ഈ കൈയെഴുത്ത് പ്രതികൾ വെച്ച് 3 പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. കൈയെഴുത്ത് പ്രതികൾ വെച്ച് 3 ടെസ്റ്റുകൾ, പരീക്ഷണങ്ങൾ. അതായത് ആ കാലത്ത് എഴുതിയ അതേ വചനം എൻ്റെ കയ്യിൽ ഇരിക്കുന്നുവോ അതറിയാനായിട്ട് 3 ടെസ്റ്റുകൾ ഈ കൈയെഴുത്ത് പ്രതികളെയും പിന്നെ ഇന്നുള്ള ബൈബിളിനെയും ചേർത്ത് ഒരുമിച്ച് താരതമ്യപ്പെടുത്തിയൊക്കെ പഠിച്ച്, അങ്ങനെ 3 തരം തെളിവുകളാണ് കൈയെഴുത്ത് പ്രതികളിൽ നിന്ന് നമ്മൾ ലഭിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന് ബിബ്ലിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഗ്രന്ഥസൂചിക സംബന്ധിച്ച തെളിവുകൾ. 2 എക്സ്റ്റേണൽ എവിഡൻസ് അല്ലെങ്കിൽ ബാഹ്യ തെളിവുകൾ. 3 ഇന്റേണൽ എവിഡൻസ് അല്ലെങ്കിൽ ആന്തരിക തെളിവുകൾ.
ഇപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കയ്യെഴുത്ത് പ്രതികൾ വളരെ ദിവ്യമായിട്ടുള്ള തെളിവുകളാണ്. ബൈബിളിൻ്റെ മൂലകൃതി രചിക്കപ്പെട്ട അതിന് വളരെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ടവയാവാം. അവ പഠിക്കുന്നത് ഈ ബൈബിളിൻ്റെ ആധികാരികതയെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്താൻ വളരെ അത്യാവശ്യമാണ്. കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് 3 ടെസ്റ്റുകളാണ്. ഒന്ന് ബിബ്ലിയോഗ്രഫിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഗ്രന്ഥസൂചിക ടെസ്റ്റ്, എക്സ്റ്റേണൽ എവിഡൻസ് ബാഹ്യ തെളിവുകൾ, 3 ഇന്റേണൽ എവിഡൻസ് അല്ലെങ്കിൽ ആന്തരിക തെളിവുകൾ. ഈ ബിബ്ലിയോഗ്രഫിക്കൽ മാത്രമായിരിക്കും ഇച്ചിരി മനസ്സിലാക്കാൻ പ്രയാസം. നമ്മൾ ശാസ്ത്രീയ ഗ്രന്ഥങ്ങളും അതുപോലെ നല്ല സ്റ്റാൻഡേർഡുള്ള ചരിത്ര ഗ്രന്ഥങ്ങളും അതുപോലെ പല ഗ്രന്ഥങ്ങളിലും അവസാനം ഒരു 10-20 പേജിൽ അതിൽ ഉദ്ധരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളും രേഖകളും എന്തൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. 1, 2, 3 ചില ബുക്കുകളിലൊക്കെ 10ഉം 200ഉം ആധികാരിക രേഖയെ അടിസ്ഥാനമാക്കിയായിരിക്കും വായിച്ചിട്ടായിരിക്കും ഒരു ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. അതിന് ബിബ്ലിയോഗ്രഫി എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഗ്രന്ഥസൂചിക എന്നാ പറയുന്നത്. അതായത് ഒരു വിദഗ്ധനായ എഴുത്തുകാരൻ എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ അനേക ഗ്രന്ഥങ്ങൾ അവലംബിച്ചാണ് അത് എഴുതുന്നത്. അങ്ങനെയുള്ള അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതിനാ ബിബ്ലിയോഗ്രഫി എന്ന് പറയും. അതായത് ഗ്രന്ഥസൂചിക എന്ന് പറഞ്ഞതുപോലെ നമുക്കിതുവരെ ലഭിച്ചിട്ടുള്ള കൈയെഴുത്ത് പ്രതികളെല്ലാം ക്രമമായിട്ടും ചിട്ടയായിട്ടും നമ്പറും പേരും ഒക്കെ ഇട്ട് കാറ്റഗറൈസ് ചെയ്ത് അല്ലെങ്കിൽ വകതിരിച്ച് സൂക്ഷിച്ചു വെച്ചിട്ട് അങ്ങനെ ഒരു ബിബ്ലിയോഗ്രഫി ലഭ്യമാണ് ലോകത്ത് മുഴുവൻ. അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് അങ്ങനെ ഒരു ബിബ്ലിയോഗ്രഫി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥസൂചികയുണ്ട്. ലോകത്തിൽ ഇതുവരെ കിട്ടിയ സ്വീകരിക്കപ്പെട്ട, അതായത് യഥാർത്ഥമാണെന്ന് ബോധ്യമുള്ള വിദഗ്ധന്മാര്, യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസർമാരൊക്കെ ശരിയാണ്, ഇത് വളരെ കൃത്യമാണ്, ഇത് ബൈബിളിൻ്റെ ഒരു മാനുസ്ക്രിപ്റ്റ് ആണ്, കൈയെഴുത്ത് പ്രതിയാണെന്ന് സർട്ടിഫൈ ചെയ്ത അങ്ങനെയുള്ള ലോകത്തുള്ള ഈ കൈയെഴുത്ത് പ്രതികളെ എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിന് ഓരോ നമ്പറുകളൊക്കെയാണ് കൊടുക്കുന്നത്. നമ്മൾ വണ്ടിക്ക് KL1 7437 എന്നൊക്കെ നമ്പർ കൊടുക്കുന്നത് പോലെ ഇതിന് ചില ഷോർട്ട് ചുരുക്കെഴുത്ത് ഇത് എവിടുന്ന് കിട്ടിയെന്നൊക്കെ തെളിയിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിനൊരു പേരുണ്ടെങ്കിൽ ചിലതിനൊക്കെ ചില കൈയെഴുത്ത് പ്രതികൾക്ക് ചില പേരൊക്കെ കാണും, അതൊക്കെ സൂചിപ്പിക്കുന്ന ചുരുക്കെഴുത്തുകൾ കാണും, നമ്പർ കാണും. അങ്ങനെ ഒരു ഗ്രന്ഥസൂചിക ഉണ്ടാക്കിയിട്ടുണ്ട്, കൈയെഴുത്ത് പ്രതികളുടെ ഗ്രന്ഥസൂചിക. ഇതെടുത്ത് വിശകലനം ചെയ്താൽ നമുക്ക് ഒരുപാട് ബൈബിളിൽ വിശ്വസിക്കാനുള്ള തെളിവുകൾ കിട്ടും. എക്സ്റ്റേണൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഭക്തന്മാരല്ലാത്തവരും ഭക്തന്മാരായിട്ടുള്ളവരും ഒക്കെ പ്രാചീന കാലത്ത് ബൈബിൾ എഴുതപ്പെട്ട ഏകദേശം അവസാന കാലത്ത് അല്ലെങ്കിൽ പുതിയ നിയമകാലത്ത് അനേക ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. വിശ്വാസികളും അവിശ്വാസികളും ക്രിസ്ത്യാനികളും യഹൂദന്മാരും ക്രിസ്ത്യാനികളും റോമക്കാരും ഇങ്ങനെയുള്ളവരൊക്കെ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. അവയെയാണ് ബാഹ്യ തെളിവെന്ന് പറയുന്നത്. ബാഹ്യമെന്ന് വിളിക്കാൻ കാരണം ബൈബിളിനുള്ളിലെ തെളിവല്ല തരുന്നത്, ബൈബിളിന് വെളിയിലെ തെളിവാണ്. ചില സഭാപിതാക്കന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾ, അതുപോലെ ചില ഗവർണർമാർ എഴുതിയ ഗ്രന്ഥങ്ങൾ, ചില ചരിത്രകാരന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾ. ഈ ബാഹ്യ തെളിവുകൾ എന്തു പറയുന്നു? ഈ ബാഹ്യ തെളിവുകൾ വളരെ പ്രധാനമാണ്. നമ്മളിപ്പം കോടതിയിൽ പോയിട്ട് ഒരു കേസ് നടത്തുകയാണെന്ന് വിചാരിക്കുക, നമ്മുടെ എതിർകക്ഷി നമ്മൾ പറഞ്ഞതെല്ലാം അങ്ങ് ജഡ്ജിയോട് സമ്മതിക്കുക, ശരിയാ സാറേ ഞാൻ ഈ കുറ്റം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് അവിടെ അവസാനിക്കുക. പിന്നെ വിസ്താരവും വാദവും ഒന്നും വേണ്ട. പ്രതി തന്നെ പറഞ്ഞു ഞാൻ ഈ കുറ്റമൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് എക്സ്റ്റേണൽ എവിഡൻസിൽ പ്രത്യേകിച്ച് വിശ്വാസികളല്ലാത്തവര് ബൈബിളിനെ സാധൂകരിക്കുന്ന രീതിയിൽ നേരിട്ടോ പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ നേരിട്ടോ അല്ലാതെയോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചരിത്രകാരനെ സംബന്ധിച്ച് അത് വലിയ തെളിവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തെ മിക്ക ചരിത്രകാരന്മാരും ബൈബിൾ ഒതന്റിക് ആണെന്ന് സമ്മതിക്കുന്നുണ്ട്. ആവശ്യത്തിലധികം തെളിവുകൾ ചരിത്ര ലോകത്തിനുണ്ട്. സെക്കുലർ ആയിട്ടുള്ള ചരിത്ര ലോകത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ക്രിസ്തീയ വിശ്വാസികളെ കുറിച്ചോ തിയോളജിയൻസിനെ കുറിച്ചോ അല്ലെ വേദശാസ്ത്രജ്ഞന്മാരെ കുറിച്ചോ അല്ല പറയുന്നത്. സെക്കുലർ ഹിസ്റ്ററിക്ക് തന്നെ മിക്ക സെക്കുലർ ഹിസ്റ്റോറിയൻസും ബൈബിള് ആധികാരികമാണെന്ന് സമ്മതിക്കുന്നുണ്ട്. മൂന്നാമത്തേത് ഇന്റേണൽ എവിഡൻസ് ആണ്, ബൈബിളിനുള്ളിലുള്ള തെളിവുകൾ. ബൈബിളിനുള്ളിൽ നിന്ന് തന്നെ ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് നമുക്ക് വിശ്വസിക്കത്തക്ക അനേക തെളിവുകൾ ലഭിക്കും. ഈ പുസ്തകം കണ്ടാൽ തന്നെ ഇത് ദൈവികമാണെന്നറിയാം.
ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്നൊക്കെ നമ്മൾ നെഗറ്റീവായിട്ടൊരു ഉദാഹരണം പറയും. എന്ന് പറഞ്ഞ പോലെ ഈ പുസ്തകം ഒന്ന് തുറന്നു വായിച്ചാൽ തന്നെ അറിയാം ഇത് ദൈവികമാണെന്ന്, ഇത് ഒതന്റിക് ആണെന്ന്. ഇത് വളരെ വളരെ ശ്രദ്ധയോടെ ദൈവം നമ്മുടെ കയ്യിൽ എത്തിച്ചതാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ വീണ്ടും ആ പഴയ സ്കീമിലേക്ക് പോവുക. ഹൗ ടു എസ്റ്റാബ്ലിഷ് ദ റിലയബിലിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ. വചനത്തിൻ്റെ ആധികാരികത, വിശ്വാസ്യത, ഇതൊക്കെ എങ്ങനെ തെളിയിക്കാം? ഒന്ന്, മാപ്സ് അല്ലേ? എല്ലാവരും മനസ്സിലൊന്നും പറഞ്ഞാലും വേണ്ടില്ല, അല്ലെ വീട്ടിൽ ഇരുന്ന് കുറച്ചൊന്നും പറഞ്ഞാലും വേണ്ടില്ല, എന്നോടൊപ്പം. മാനുസ്ക്രിപ്റ്റ് എവിഡൻസ് ഉണ്ട്, ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട്, പ്രൊഫറ്റിക്കലായിട്ടുള്ള എവിഡൻസസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള എവിഡൻസസ് ഉണ്ട്. അതാണ് മാപ്സ്. അതിൽ മാനുസ്ക്രിപ്റ്റിനെ കുറിച്ചാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. 3 തരത്തിലുള്ള ടെസ്റ്റുകൾ മാനുസ്ക്രിപ്റ്റുകളെ വെച്ച് ചെയ്യാം. 1 ബിബ്ലിയോഗ്രഫിക്കൽ, 2 എക്സ്റ്റേണൽ എവിഡൻസസ്, 3 ഇന്റേണൽ എവിഡൻസസ്. ഈ ചിത്രം മനസ്സിലൊന്ന് കോറിയിട്ട് കഴിഞ്ഞാൽ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഇതിൻ്റെ പവർ പോയിന്റ് തന്നെ ക്ലാസ് കഴിയുമ്പോൾ ഡെന്നിസ് സഹോദരനെ ഏൽപ്പിക്കുക, ആർക്കെങ്കിലും വേണമെങ്കിൽ അന്നേരം ഉപയോഗിക്കാം, ആർക്കെങ്കിലും ഇതുകൊണ്ട് പ്രയോജനം കിട്ടുമെന്ന് ഉണ്ടെങ്കിൽ. അപ്പം ഈ ഒരു ചിത്രവും അതുപോലെ ഇനി ഇതുപോലുള്ള ചിത്രങ്ങൾ ഇനിയും വരും. ഇത് നമ്മുടെ മനസ്സിലൊന്ന് കോറിയിടാൻ കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ഓർക്കാനായിട്ട്. ഒരു നിരീശ്വരൻ ബൈബിളിനെ ചോദ്യം ചെയ്യുമ്പോൾ പോടാ നിന്റെ പാട്ടിന്, നീ പറയുന്ന പോലെ അല്ല കാര്യം എന്ന് പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ വളരെ ന്യായമായ ഒരു സംശയം നമ്മുടെ മക്കള് ജെനുവിനായിട്ടുള്ള ഒരു സംശയം നമ്മളോട് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഓർമ്മയിൽ നിന്ന് തന്നെ ചകഞ്ഞെടുത്ത് പറയാനായിട്ട് പറ്റും. പിന്നെ വേണമെങ്കിൽ റെഫറൻസ് ആയിട്ട് നോട്ടൊക്കെ എഴുതി വെച്ചാൽ അത് വളരെ സഹായകരമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ബിബ്ലിയോഗ്രഫിക്കൽ ടെസ്റ്റിലേക്ക് വരിക. ബിബ്ലിയോഗ്രഫിക്കൽ പരിശോധന. കൈയെഴുത്ത് പ്രതികളുടെ എണ്ണം, പ്രസക്തി, ഗുണമേന്മ എന്നിവയുടെ കാര്യത്തിൽ ബൈബിളിന് എത്രത്തോളം പിന്തുണയുണ്ടെന്ന് ഇത് പരിശോധിക്കുന്നു. ഇറ്റ് എക്സാമിൻസ് ഹൗ വെൽ സപ്പോർട്ടഡ് ഈസ് ദ ബൈബിൾ ഇൻ ടേംസ് ഓഫ് നമ്പർ, റിലവൻസ് ആൻഡ് ക്വാളിറ്റി ഓഫ് മാനുസ്ക്രിപ്റ്റ്സ്. ഈ ലഭിച്ച കൈയെഴുത്ത് പ്രതികളുടെ എണ്ണം അത് വളരെ പ്രധാനമാണ് കേട്ടോ. ബൈബിളിനെ പോലെ കൈയെഴുത്ത് പ്രതികളെ കിട്ടിയ ഒരു ഗ്രന്ഥം വേറെയില്ല. അതിലേക്ക് വരുമ്പോൾ ഞാനത് കൂടുതൽ വിശദീകരിക്കാം. രണ്ടാമത്, ഈ കൈയെഴുത്ത് പ്രതികളുടെ പ്രസക്തി, അവയുടെ ഗുണമേന്മ, ഇവയൊക്കെ ബൈബിളിന് ശരിയാണെന്ന് തെളിയിക്കാനായിട്ട് ധാരാളം ലഭ്യമാണോ? ഈ കൈയെഴുത്ത് പ്രതികൾ ധാരാളമുണ്ടോ? അവ പ്രസക്തിയുള്ളവയാണോ? അവ ഗുണമേന്മയുള്ളവയാണോ? ഇതാണ് നമ്മൾ ബിബ്ലിയോഗ്രഫിക്കൽ ടെസ്റ്റിൽ പരിശോധിക്കണം. ഇതിലും 3 ടെസ്റ്റുകളാണ്. ഒന്ന്, നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ദ ഒറിജിനൽ. ഒറിജിനലിൻ്റെ പകർപ്പുകളുടെ എണ്ണം. എത്ര മാനുസ്ക്രിപ്റ്റ്സിന് ഷോർട്ട് ഫോമിൽ MSS എന്നൊക്കെ പറയും, മാനുസ്ക്രിപ്റ്റ്സ് എത്ര എണ്ണം കിട്ടിയിരിക്കുന്നു, ഇത് വളരെ പ്രധാനമാണ്. 2, ഈ കോപ്പികൾ എഴുതിയ സമയവും ഒറിജിനലുമായിട്ടുള്ള വിടവ്, ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഒറിജിനൽ ആൻഡ് ദ എക്സിസ്റ്റിംഗ് കോപ്പീസ്. ഏതെങ്കിലും ഒരു ഗ്രന്ഥം എഴുതിയ സമയത്ത് വളരെ അടുത്ത കോപ്പികൾ എഴുതി അത് ലഭ്യമാണെങ്കിൽ അതിന് ഭയങ്കര വിലയാണ് ചരിത്രകാരന്മാർ കൊടുക്കുന്നത്. ഇപ്പം 1000 വർഷങ്ങൾക്ക് ശേഷം എടുത്ത ഒരു കോപ്പിക്ക് വലിയ വിലയൊന്നുമില്ല. അത് ആരെങ്കിലുമൊക്കെ കൃത്രിമം കാണിച്ചോ ഇല്ലയോ എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതേസമയത്ത് ഒരു ഗ്രന്ഥമോ ഒരു രേഖയോ ചമച്ച ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എഴുതിയ ഒരു MSS കിട്ടിയാൽ, ഒരു കൈയെഴുത്ത് പ്രതി കിട്ടിയാൽ ചരിത്രകാരന്മാരുടെ കണ്ണ് വികസിക്കും. ഓ, ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. ഇത് വളരെ പ്രധാനപ്പെട്ടത്. അപ്പം ഒറിജിനലും നിലവിലുള്ള പകർപ്പുകളും തമ്മിലുള്ള സമയവിടവ്. അപ്പോൾ ഒന്നാമത്തെ ഞാൻ പറഞ്ഞത് നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ദ ഒറിജിനലിൻ്റെ പകർപ്പുകളുടെ എണ്ണം എത്ര ഉണ്ട്. കൂടുതലുണ്ടെങ്കിൽ നല്ലത്, ഒരുപാടുണ്ടെങ്കിൽ വളരെ നല്ലത്. അതുപോലെ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഒറിജിനൽ ആൻഡ് എക്സിസ്റ്റിംഗ് കോപ്പീസ്. ഒറിജിനലും ഇപ്പം ലഭ്യമായ കൈയെഴുത്ത് പ്രതികളും തമ്മിലുള്ള വിടവ്. പിന്നെ ഡിഗ്രി ഓഫ് ആക്യുറസി ഓഫ് ദ കോപ്പീസ്. പകർപ്പുകളുടെ കൃത്യതയുടെ അളവ്. ഈ പകർപ്പുകൾ കൃത്യമാണോ, അതൊക്കെ കണ്ടുപിടിക്കാൻ ടൂൾസ് ഉണ്ട്. അപ്പം 1000, 10,000, 20,000, 25,000 MSS ഒക്കെ കിട്ടിയാൽ ഇത് ആക്യുറേറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനും മാർഗങ്ങളുണ്ട്. ഹിസ്റ്ററിയിൽ, സെക്യുലർ ലോകത്ത് തന്നെയുണ്ട്. അപ്പം ഈ കിട്ടിയ കോപ്പീസ് ആക്യുറേറ്റ് ആണോ, നമുക്ക് വിശ്വസിക്കാൻ
പറ്റുന്നതാണോ എന്നുള്ള സ്റ്റഡിയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ഞാൻ ഒന്നുകൂടെ അതിലേക്ക് പോയാൽ മൂന്ന് പഠനങ്ങളാണ് നമ്മൾ ബിബ്ലിയോഗ്രഫിക്കൽ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ദ ഒറിജിനലിന്റെ പകർപ്പുകളുടെ എണ്ണം അതെത്ര കൂടുതലാണ് അത്ര കണ്ട് ആ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വിശ്വാസ്യത വർദ്ധിക്കും, അതിൻ്റെ ആധികാരികത വർദ്ധിക്കും. രണ്ട്, ഈ ഒറിജിനലും നിലവിലുള്ള പകർപ്പുകളും തമ്മിലുള്ള സമയവിടവ് അതെത്ര കുറഞ്ഞിരിക്കുന്നു അത്രത്തോളം വിലയേറിയതാണ്. ലോകത്ത് ഏറ്റവും അടുത്ത് മൂലഭാഷ എഴുതിയതിൻ്റെ, ഞാൻ പുതിയ നിയമത്തിനാണ് ഇപ്പം എംഫസിസ് കൊടുക്കുന്നത്, പുതിയ നിയമം എഴുതിയതിൻ്റെ വളരെ ചുരുങ്ങിയ കാലം 10-20 വർഷത്തിനുള്ളിൽ എഴുതിയ കോപ്പികൾ വരെയുണ്ട്. അപ്പം എത്ര മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ബൈബിളിൻ്റെ ഈ മാനുസ്ക്രിപ്റ്റ്സ് സമയവിടവ് വളരെ കുറവാണ്. സമയം കൂടിയാൽ എന്നാ കുഴപ്പം? ഇടയ്ക്ക് കോപ്പി ചെയ്യുന്നവരൊക്കെ അവരുടെ കയ്യിൽ നിന്നിട്ട് എഴുതി അവസാനം 1000 വർഷം കഴിയുമ്പോൾ ആദ്യം എഴുതിയുമായിട്ട് ഒരു ബന്ധവും കാണുകയില്ല. അങ്ങനെ പല പുരാണങ്ങളും പല ഗ്രന്ഥങ്ങളും വികലമായി തീർന്നിട്ടുള്ളത്. അപ്പം ഈ സമയവിടവ് വളരെ പ്രധാനമാണ്. അതുപോലെ പകർപ്പുകളുടെ കൃത്യതയുടെ അളവ് ഇതെത്ര കൃത്യമാണ്? ഈ പകർപ്പുകൾ എല്ലാം ഒരുപോലാണോ? ഇന്നത്തെ ഗ്രന്ഥവുമായിട്ട് അതിന് സാമ്യമുണ്ടോ? ഇതൊക്കെ പഠിക്കുന്നതാണ് ഈ മൂന്നാമത്തെ ടെസ്റ്റ്. നമുക്കിനി അത് ഒരു ചിത്രമായിട്ടൊന്ന് നോക്കിയാൽ, ഹൗ ടു എസ്റ്റാബ്ലിഷ് ദ റിലയബിലിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ. 1 മാനുസ്ക്രിപ്റ്റ്സ്, 2 ആർക്കിയോളജി, 3 പ്രൊഫസി, 4 സ്റ്റാറ്റിസ്റ്റിക്സ്. മാനുസ്ക്രിപ്റ്റ്സിൽ 3 ടെസ്റ്റുകൾ: ബിബ്ലിയോഗ്രഫിക്കൽ ടെസ്റ്റ്, എക്സ്റ്റേണൽ എവിഡൻസ് ടെസ്റ്റ്, ഇന്റേണൽ എവിഡൻസ് ടെസ്റ്റ്. ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഗ്രന്ഥസൂചിക, ഒരു ഗ്രന്ഥം ചമയ്ക്കാൻ ഉപയോഗിക്കുന്ന രേഖകളെ അതിന് നമ്പറൊക്കെ ഇട്ട് ക്രമമായിട്ട് അടുക്കി വെക്കുന്നതാണ് ബിബ്ലിയോഗ്രഫി. ഇവിടെയാണെങ്കിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള മാനുസ്ക്രിപ്റ്റ്സുകളെ എല്ലാം അടുക്കി വെച്ചിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ബിബ്ലിയോഗ്രഫിക്കൽ ടെസ്റ്റ്. 2 എക്സ്റ്റേണൽ എവിഡൻസസ്, ബാഹ്യ തെളിവുകൾ. വിശ്വാസികളായിട്ടുള്ളവരും അല്ലാത്തവരും, ബൈബിൾ എഴുതിയവരെ മാത്രം അതിനകത്ത് കൂട്ടത്തില്ല, അല്ലാത്ത സഭാപിതാക്കന്മാരും അതുപോലെ എഴുത്തുകാരും ഒക്കെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഇനിയും ഇന്റേണൽ എവിഡൻസ്, ഈ ഗ്രന്ഥം എടുത്ത് നോക്കിയാൽ ഇത് ശരിക്കും ഒതന്റിക് ആണെന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ലോകത്ത് ഇതുപോലെ ആധികാരികമാണെന്ന് തെളിയിക്കാവുന്ന ഒരു പുസ്തകം വേറെ ഇല്ല. മനോഹരമായിട്ടുള്ളൊരു പുസ്തകം. നമ്മൾ ബിബ്ലിയോഗ്രഫിക്കൽ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര കോപ്പികളുണ്ട്? 2, ലഭിച്ച കോപ്പികളും ഒറിജിനലും തമ്മിലുള്ള സമയത്തിന്റെ വിടവ് എത്രയാണ്? 3, എത്ര ആക്യുറേറ്റ് ആണ്? ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് നമ്മുടെ ഇരിക്കുന്ന ഈ ബൈബിളും മാനുസ്ക്രിപ്റ്റ്സും എടുത്തു നോക്കിയാൽ ഒന്ന് തന്നെയാണ്. അവിടെ ഇവിടെയൊക്കെ ദാ എന്നൊക്കെ പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ ഒരു വാക്കിന്റെ ഒരക്ഷരത്തിന്റെ വ്യത്യാസം, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെന്നല്ലാതെ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിള്, പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റ്മെന്റ്, ഗ്രീക്കിലുള്ള ന്യൂ ടെസ്റ്റ്മെന്റ് ഈ കോപ്പികളിലുള്ളതുപോലെ തന്നെയാണ്. 2000 വർഷമായിട്ടും ദൈവം കൃത്യമായിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിച്ചിരിക്കുന്നു. ഞാൻ കൂടുതൽ നമ്പർ ഓഫ് കോപ്പീസിലൂടെ പോകണമെന്ന് വിചാരിച്ചു. അത് ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇത്ര അത്ഭുതകരമായ ഒരു പുസ്തകമാണോ ഈ ബൈബിളെന്ന് തോന്നുമായിരുന്നു. എന്നാൽ സമയം കുറവായതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ അടുത്ത ക്ലാസ്സിൽ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് കേട്ടിട്ട് വന്നാൽ നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ അപേക്ഷ. ഇത് നമ്മുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കേണ്ട ഒരു വിഷയമാണല്ലോ. അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് ഈ അവസരം തന്ന പ്രിയപ്പെട്ടവരോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.